നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലൊക്കെ ആക്റ്റീവാണ്. ഓരോ ദിവസവും അദ്ദേഹം ഈ ഒരു രാജ്യത്തോട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് പ്രതിഷേധക്കാരോടൊക്കെ സംസാരിച്ച് തുടങ്ങിയ വീഡിയോ ഇപ്പോഴും അദ്ദേഹം അത് തുടർന്നു കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുമായി അദ്ദേഹം എത്തി. എന്താണ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയിലെന്ന് നോക്കാം. ജന്തർ മന്ദറിൽ നടന്ന CJP പ്രതിഷേധത്തിനിടെ തനിക്കെതിരെ ഒരുപാട് അധിക്ഷേപ പരാമർശങ്ങൾ ഉയർന്നിരുന്നുവെന്നും ആ അപമാനങ്ങളൊന്നും പരിഹരിക്കില്ല, വഴിതെറ്റിയ യുവാക്കളെ നേർവഴി കാണിക്കേണ്ട സമയമാണിതെന്നുമായിരുന്നു മോദിയുടെ പ്രതികരണം. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് അദ്ദേഹം ഈ കാര്യത്തെ എടുത്തു പറഞ്ഞത്. ജന്തർ മന്ദറിൽ സംഭവിച്ചത് രാജ്യം മുഴുവൻ കണ്ടതാണ്. ചില യുവാക്കൾ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചു. തനിക്കെതിരെയും തൻ്റെ അമ്മയ്ക്കെതിരെയും അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ടായി. അധിക്ഷേപങ്ങൾ ഒന്നിനും ഒരു പരിഹാരമല്ല. വഴിതെറ്റിയവരെ നമുക്ക് നേരായ വഴിയിലൂടെ നടത്താം. അതിനായി ഒരുമിച്ച് പ്രവർത്തിക്കാം. ഭാരതത്തിനായി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാം എന്നായിരുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിഷേധത്തിനിടെ മോദിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ 25-കാരിക്കെതിരെ നിയമ നടപടികൾ തുടങ്ങി ദിവസങ്ങൾക്കുള്ളിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ബാല്യത്തിൽ തെറ്റുകൾ സംഭവിക്കും, പക്ഷെ ആ ബാല്യം തന്നെ തെറ്റുതിരുത്താനും അവസരം നൽകും. സമൂഹത്തിൽ പലർക്കും ദേഷ്യമുണ്ട്, അത് താൻ മനസ്സിലാക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ കുട്ടികളെ ചേർത്ത് പിടിച്ച് നേർവഴി കാണിക്കേണ്ട സമയമാണ്. അവർ വഴി തെറ്റിയവരാണ്. അവർക്ക് വഴി കാണിക്കേണ്ടത് നമ്മുടെ കടമ. അവരുടെ ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നത് സ്വീകരിക്കാൻ സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. വഴി തെറ്റിയവരെ നമുക്ക് നയിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, ഭാരതത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നാണ് മോദി ഈ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതേസമയം അദ്ദേഹത്തിന്റെ തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയവർക്ക് മാപ്പ് നൽകുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പ്രതികരണവുമായി പലരും രംഗത്തെത്തി. പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രധാനമന്ത്രിയെ പരിഹസിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ രാജ്യം മോദിയോട് ക്ഷമാപണം നടത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം രാജ്യത്തിനാണ് മാപ്പ് നൽകിയതെന്ന് കോൺഗ്രസ് മാധ്യമ വിഭാഗം തലവൻ പവൻ ഖേറ പരിഹസിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹി പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തോട് മാപ്പ് പറയണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. എന്തായാലും അത്തരത്തിലുള്ള ആവശ്യം പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചപ്പോൾ രാജ്യത്തോട് പ്രധാനമന്ത്രി പറയുകയാണ്, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുകയാണ് എന്ന്. ഇതാണ് കോൺഗ്രസ് ഇപ്പോൾ പരിഹസിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തന്റെ വീഡിയോയിൽ പറഞ്ഞു, കുട്ടികളെ ചേർത്ത് പിടിച്ച് ശരിയായ പാത അവർക്ക് കാണിച്ചു കൊടുക്കേണ്ട സമയമാണിത്. വഴിതെറ്റിയ കുട്ടികളാണിവർ. അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുക എന്ന് നമ്മുടെ കടമയാണ്. അവരെ ശിക്ഷിച്ചത് കൊണ്ടോ കോടതി കയറ്റിയത് കൊണ്ടോ ഉപദ്രവിച്ചത് കൊണ്ടോ ഈ സാഹചര്യങ്ങൾ മാറ്റാൻ നമുക്ക് സാധിക്കില്ല. അവരോട് ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു. സമൂഹവും തൻ്റെ ഈ അഭ്യർത്ഥന സ്വീകരിക്കണം. കാരണം തൻ്റെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ നമ്മുടെ സ്വന്തം നാക്ക് പല്ലുകൾക്കിടയിൽ കുടുങ്ങി രക്തം വരാറുണ്ട്. പക്ഷെ അതിനായി നമ്മൾ പല്ലുകൾ അടിച്ചു കൊഴിക്കാറില്ല. കാരണം പല്ലും നമ്മുടേതാണ്, നാക്കും നമ്മുടേതാണ്, ഈ കുട്ടികളും നമ്മുടേതാണ്. അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു യുവതിക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തിരുന്നു. രുചിക സിംഗ് എന്ന 25-കാരിക്കെതിരെയാണ് കേസെടുത്തത്. ആക്ഷേപകരമായ പരാമർശങ്ങളാണ് പ്രധാനമന്ത്രിക്ക് നേരെ രുചിക നടത്തിയത്. അവരുടെ പരാമർശങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അന്തസ്സിനെ അപമാനിക്കുന്നതാണെന്നും ഇത് സമൂഹത്തിൽ അനൈക്യം വളർത്താനും പൊതുസമാധാനം കെടുത്താനും ഇടയാക്കുമെന്നും കാട്ടി സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയിലാണ് ഈ കുട്ടിക്കെതിരെ കേസെടുത്തത്. ഇത്തരത്തിൽ ഒരു കേസ് നിലനിൽക്കവേ പ്രധാനമന്ത്രി ഈ പ്രതികരണവുമായി വന്നപ്പോൾ തീർച്ചയായിട്ടും അത് അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന തരത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം അത് അവരെ സംബന്ധിച്ച് എങ്ങനെയാണ് അവർ സ്വീകരിക്കുക എന്നൊരു ചോദ്യമാണെങ്കിൽ പോലും വളരെ നയത്തിലാണ് പ്രധാനമന്ത്രി അവരോട് ഇടപെടുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സ് കീഴടക്കാൻ ശ്രമിക്കുന്നത് എന്നത് ഓരോ വീഡിയോയിലും ഓരോ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാണ്. എന്തായാലും ജന്തർ മന്ദറിലെ ആ വലിയ പ്രതിഷേധം, അതിനുശേഷം രാജ്യത്ത് പല മാറ്റങ്ങളും, അതിലൊരു മാറ്റം പ്രധാനമന്ത്രി തുടരെ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ മാറ്റം. അതേസമയം ജന്തർ മന്ദറിൽ താൻ പ്രതിഷേധത്തിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് കുടുംബത്തെ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തന്നെ BJPയിൽ ചേർക്കാൻ ശ്രമം നടന്നതായി കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ വെളിപ്പെടുത്തൽ. പ്രതിഷേധങ്ങൾക്കിടെ തനിക്ക് തുടർച്ചയായി ഭീഷണികൾ കിട്ടിയതായി CJP
സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ പറഞ്ഞു. സമാധാനപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് പോലീസ് അടിച്ചമർത്തൽ നടത്തിയതായും അദ്ദേഹം ആരോപിച്ചു. ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുന്നതിനായി താൻ പോരാട്ടം തുടരും. പുതിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ തിരഞ്ഞെടുപ്പും അദ്ദേഹത്തിന്റെ നിലപാടുകളും രാജ്യത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ബാബ രാംദേവിനെ പോലെയുള്ള രാഷ്ട്രീയം പറയുന്നതിന് പകരം സ്വന്തം ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിൽ ശ്രദ്ധിക്കണമെന്നും ദീപ്കെ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കുറ്റവാളികളെയും ബലാത്സംഗം ചെയ്യുന്നവരെ സംരക്ഷിക്കുകയാണ്. ജന്തർ മന്ദറിലെ പ്രതിഷേധ സമയത്ത് താൻ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു. BJP-യിൽ ചേരാത്ത പക്ഷം അത് തന്റെ കുടുംബത്തിന് ദോഷകരമായി ബാധിക്കുമെന്നാണ് അവർ പറഞ്ഞത്. തന്നെ പോലൊരു വിദ്യാർത്ഥിയെ രാജ്യത്തെ ഉന്നത പദവികൾ വഹിക്കുന്നവർ ഭീഷണിപ്പെടുത്തുന്നത് ലജ്ജാകരമാണ്. യുവാക്കളെ ഭീഷണിപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്തരം പദവികൾക്ക് എന്ത് വിലയാണുള്ളത്? ദീപ്കെ യുവതലമുറയെ വഴിതെറ്റിക്കുകയാണെന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെക്കുറിച്ചല്ല, ഗുണനിലവാരമില്ലാത്ത പതഞ്ജലി ഉൽപ്പന്നങ്ങളെ കുറിച്ച് വേവലാതിപ്പെടുമെന്നായിരുന്നു ബാബ രാംദേവ് അടക്കമുള്ളവർക്ക് ദീപ്കെ നൽകിയ മറുപടി. സർക്കാരിനെ ചോദ്യം ചെയ്യുന്നതും ജനാധിപത്യത്തിനും വിദ്യാഭ്യാസത്തിനും വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടി പോരാടുന്നതും സമൂഹത്തെ നശിപ്പിക്കലല്ല എന്നും അഭിജിത്ത് പറഞ്ഞു. ജനാധിപത്യം സംരക്ഷിക്കാൻ പോരാടുന്നതും സർക്കാരിനെ ചോദ്യം ചെയ്യുന്നതും ഒരാളുടെ ഭാവിക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിനു വേണ്ടി പോരാടുന്നതും സംസ്കാരത്തെ നശിപ്പിക്കുന്നതാണെങ്കിൽ താൻ ആ പോരാട്ടം തുടരുമെന്നും അഭിജിത്ത്. അതേസമയം വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെ നടന്ന പോലീസ് നടപടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഉത്തരവാദിയെന്ന് താൻ വിശ്വസിക്കുന്നതായും അഭിജിത്ത് ദീപ്കെ. പോലീസിനെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണെന്നും അദ്ദേഹത്തിന്റെ വാദം. വെടിവയ്പ് നടന്ന സംഭവം BJP നിഷേധിച്ചെങ്കിലും ബീഹാറിലെ ആശുപത്രിയിൽ വെച്ച് പരിക്കേറ്റ വിദ്യാർത്ഥികളെ നേരിട്ട് കണ്ടതായും ദീപ്കെ പറഞ്ഞു. ബെൽറ്റ് ഗണ്ണുകളും AK-47കളും പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു. തീവ്രവാദികൾക്കെതിരെ ഉപയോഗിക്കേണ്ട ആയുധങ്ങളാണ് വിദ്യാർത്ഥികൾക്കെതിരെ പ്രയോഗിച്ചത്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായും ചിലർക്ക് കാഴ്ച നഷ്ടപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യം സംരക്ഷിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. CJP പ്രതിഷേധത്തിന് വിദേശ ഫണ്ടിംഗ് കിട്ടിയിരുന്നു എന്ന ആരോപണങ്ങളോട് പ്രതികരിച്ച അദ്ദേഹം അത്തരത്തിൽ ഫണ്ടിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയമാണെന്നും അതിന് ആഭ്യന്തരമന്ത്രിയാണ് ഉത്തരവാദിത്തം പറയേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിയമനത്തെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.